ഹലോ, ഗുഡ് മോർണിംഗ്. രാധ സോമിലി കിച്ചണിലേക്കുള്ള സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയൊന്ന് നോക്കിയാലോ. അപ്പോൾ ഹരീഷും നമ്മളുടെ ഇതും കൂടി സംസാരിക്കുന്നതാണ് ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുകയാണ്, ഞാനും കൂടെ പോരട്ടെ നിങ്ങളെ കൂടെ അമ്പലത്തിലേക്ക് എന്ന് ചോദിക്കുക. പറയേ അത് വേണ്ട, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് പോവാം എന്ന് പറയുന്നുണ്ട് ഹരീഷ്. അപ്പോൾ പറയാം, അല്ലെങ്കിൽ ഞാൻ ബസ് കയറി വരാമെന്ന് പറയുമ്പോൾ അത് വേണ്ടാന്നേ, നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയും. പക്ഷേ എനിക്ക് അതിൻ്റെ മുന്നേ ഒന്ന് പോകണം, നമുക്ക് അടുത്ത ആഴ്ച ഒന്ന് പോയാലോ, നോക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് ചോദിക്കേണ്ടല്ലോ. അപ്പോൾ എന്താണ് ചോദിക്കേണ്ടത്, കൊടൈക്കനാലിലേക്ക് പോയാലോ, കോളേജിൽ നിന്ന് ടൂർ പോകാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ബൈക്കിൽ പോകാം എന്ന് പറയാണ്. ഇവള് പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ ഐഡിയ. ഇവന് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. അപ്പോൾ അവൻ പറയും അതൊന്നും വേണ്ട, കല്യാണം കഴിഞ്ഞിട്ട് മതി, ഇനിയിപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഈ കറങ്ങി കിടന്ന് എന്തിനാ വെറുതെ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് അറിയാം. അപ്പോൾ കാണാം ഇവളുടെ ഏട്ടൻ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന ശബ്ദങ്ങൾക്ക്, അമ്മ ചോറ് എന്ന് പറഞ്ഞിട്ടാണ് വന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ ചോദിക്കുന്നു, ഹരീഷ് കേട്ടു അത്. അപ്പോൾ ഹരീഷ് നിൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടല്ലേ ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ട്, ഒന്ന് ഹോൾഡ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഇവൾ വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങോട്ട് ചെന്നിട്ട് അവൻ ഇരിക്കുന്നതിൻ്റെ അവിടെ തന്നെ മേശയുടെ അവിടെ ചാരി നിന്നിട്ട് അവൾ പറയാണ്, ഞാൻ ഇത്ര നേരം ഹരീഷായിട്ട് എൻ്റെ ഫോണിൽ ഹരീഷായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നു, അവരെല്ലാവരും കൂടെ അവരുടെ തറവാട്ടമ്പലത്തിൽ പോവാണ് നാളെ, എന്നെയും വിളിച്ചു, ഞാനും പോവാണ് അറിയാം. അപ്പോഴേക്കും ഹരീഷിന് ദേഷ്യം വരികയാണ്. ഹരീഷ് പറയും വെറുതെ എടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനെ ഹോൾഡ് ചെയ്താർക്കല്ലേ. അപ്പോൾ പറയും, പിന്നെ ഇവളിങ്ങനെ നോക്കും, നീ എന്താ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏട്ടനോട്. അപ്പോൾ പറയും, ഞങ്ങളത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ അമ്പലത്തിൽ പോയിട്ടാണ് തൊഴുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇവളുടെ അമ്മ ഏട്ടൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയും, നീ ചോറിനടാ, നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അവൾ ഓരോന്ന് പറയുന്നതാണ്, നീ ഒന്നും മിണ്ടാൻ പോണ്ട, നിന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ട് നിൻ്റെ അന്നത്തെ അത്താഴം മുടക്കാനുള്ള പരിപാടിയാണ് അവളെ, നീ ചോറിന് എന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ചിട്ട് അങ്ങനെ വന്നിട്ട് അറിയാം, ഇപ്പം ഇതൊരു സമാധാനമായി എന്ന് പറയുകയാണ് ഹരീഷിനോട്. അപ്പോൾ ഈ ഹരീഷ് പറയും, നീ എന്ത് കാര്യത്തിനാണ് വെറുതെ അവൻ്റെ അടുത്ത് പോയി ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുക. അവനെ ഞാനും നീയും കൂടെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ അപ്പത്തെ ഭാവം കാണണം. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു രസം എന്ന് പറയും. അങ്ങനത്തെ അതൊന്നും വേണ്ട. ഹരീഷിന് അതിനോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ. അവളുടെ ആ ഒരു കുറുമ്പിനോടൊന്നും അവന് ഒട്ടും താല്പര്യമില്ല. എന്നാൽ ശരി, നീ കടന്നു, ഞങ്ങൾക്ക് നാളെ രാവിലെ നേരത്തെ പോകേണ്ടതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും കാറ് വന്ന് വണ്ടി കൊടുത്ത് നിർത്തുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും റെഡി ആയില്ലേ, വന്ന് കയറ്, വണ്ടിയിൽ കയറ് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മളുടെ നിധി നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി ചുരിദാറൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് നമ്മൾ ഹരീഷ് സുധീഷ്. അപ്പോൾ ലഗേജൊക്കെ കൊടുന്ന് മറുത്ത് വെക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ രണ്ടുപേരും കൂടെ തന്നെ സുധീഷും നിധിയും കൂടിയാണ് ലഗേജൊക്കെ എടുത്തിട്ട് കാറിൽ വെക്കുന്നത്. അപ്പോൾ കാറിൽ വെച്ചിങ്ങനെ തിരുമ്പോൾ രണ്ടുപേരുടെയും തല കൂട്ടിമുട്ടുന്ന സമയത്ത് എന്ത് ശ്രദ്ധിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവനതൊരു രസമാണ് സുധീഷിന്. അപ്പോൾ അവൾ ഇതൊന്ന് ശ്രദ്ധിക്കാത്ത എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് അറിയും, രണ്ടുപേരും ഒരുമിച്ച് തല താഴ്ത്തൊന്നും ഞാൻ അറിഞ്ഞില്ല, ഒന്നും കൂടെ മുട്ടാൻ നമുക്കറിയാം, മുട്ട് എന്തിനു വയ്ക്കുമ്പോൾ ഇല്ലെങ്കിൽ കൊമ്പ് മുളയ്ക്കും എന്ന് പറയും. ഒരു സിനിമയിലുണ്ട് എന്ന് പറയും. ഇപ്പോൾ ഒരു കന്നഡ സിനിമയിലുണ്ട്, കണ്ണ് കുത്തി പൊട്ടിക്കുന്നതാണ്, അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട അറിയും. അങ്ങനെ എല്ലാവരും കൂടെ ലഗേജൊക്കെ കൊടുന്ന് വെച്ചിരിക്കുമ്പോഴേക്കും ഭാസ്കരൻ ഓടി വന്നിട്ട് ഒരു കവറാണ് കൊടുന്ന് വെക്കുന്നത്. കവർ കൊടുന്ന് വെച്ചിട്ട് അറിയാം, ഇങ്ങനെയല്ലേ ബസ്സിന് പോകണമെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ നമ്മുടെ കൂടെയാണോ, മാറടാ എന്ന് പറയും. അത് കഴിഞ്ഞ് നികേഷിനെ കാണില്ല. നോക്കുമ്പോൾ നികേഷാണ് വലിയൊരു പെട്ടിയും കൊണ്ട് വരുന്നത്. അപ്പോൾ ഇതാടാ 2 ദിവസത്തെ പരിപാടിയാണ്, അതിനാണോ ഇക്കണ്ട പെട്ടിയും ഇതൊക്കെ ആയിട്ട് നീ പോണത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേ കുറേ പേര്, അമ്പലമല്ലേ, ഒരുപാട് പേര് വരും. അപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അറിയും. നടക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഇവൻ്റെ പെട്ടിയും കൊടുന്ന് വെക്കുന്നുണ്ട്. അത് കാറിൽ കയറാൻ നോക്കുമ്പോൾ ഇയാളെ എവിടെ, ഭാസ്കരൻ തന്നെയാണ് വിളിക്കുന്നത്, അച്ഛൻ ചിലപ്പോഴേ പറയുള്ളൂ. അപ്പോൾ സുഭാഷ് മാത്രമേ ഉള്ളൂ അച്ഛൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ കാണാം ഇയാളൊരു കവറും ഒരു തേങ്ങയ്ക്കായിട്ട് ഓടി വരുള്ളൂ. നമ്മളൊരു അമ്പലത്തിലേക്ക് പോകുമല്ലോ, അത് ഐശ്വര്യം ആയിക്കോട്ടെ. പിന്നെ എന്നിട്ട് 4 നാരങ്ങ ടയറിൻ്റെ അടിയിൽ കൊടുന്ന് വെക്കണം. ഓരോ ടയറിൻ്റെ അടിയിൽ നാരങ്ങ കൊടുന്ന് വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തേങ്ങയിൽ ഇങ്ങനെ കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് എറിഞ്ഞുടക്കുകയാണ്, പ്രാർത്ഥിച്ചിട്ട് എറിഞ്ഞുടച്ചിട്ട് കാറിൽ എല്ലാവരും കൂടെ കാർ കയറുക. അപ്പോൾ ഈ ആണുങ്ങൾ 3 ആളും പിന്നിലും, നിധിയും മറ്റേ ചാന്ദിനി ഇടയ്ക്കുള്ള സീറ്റിലും, പിന്നെ സുധീഷും ഭാസ്കറിന് മുന്നിലും, അങ്ങനെയാണ് പോണത്. അപ്പോൾ ഇവരിങ്ങനെ പോണ സമയത്ത് ഇയാളിങ്ങനെ ചാരി കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ചാരി കിടന്നുറങ്ങുന്ന സമയത്ത് ഇവനെന്ത് ചെയ്യും, സുധീഷ് എന്ത് ചെയ്യുമെന്ന് അറിയാം, ആ മിററുണ്ടല്ലോ, ഉള്ളിലെ ആ മിററ് നിധിയുടെ അങ്ങോട്ട് തിരിച്ചിട്ട് അത് കൂടെ അങ്ങനെ നോക്കുകയാണ്. അത് കൂടെ നിധിയെ നോക്കിയിട്ടാണ് ഇവൻ വണ്ടി ഓടിക്കുന്നത്. പെട്ടെന്ന് ഭാസ്കരൻ ഉണരുന്ന സമയത്ത് ഇവൻ മുന്നോട്ട്
മുന്നോ എല്ലാം നോക്കുന്നത്, ഈ നിധീനെ എങ്ങനെ നോക്കുകയാണ് ഈ മിററിൽ കൂടെ. അപ്പോൾ ഡാ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കടാ, അവിടെ ഇവിടെയും നോക്കി വണ്ടി ഓടിച്ചാലേ ഹൈവേ ആണ്, വല്ല തമിഴ് വണ്ടി വന്ന് നെഞ്ചത്തോട്ട് കയറും, പൊടി പോലും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സുഭാഷ് പറയും, എന്ത് വർത്താനം അച്ഛാ ഈ പറയുന്നത് ഒരു വഴിക്ക് പോകുമ്പോൾ പറയുമ്പോൾ, ഞാൻ പറയുന്നതാണോ കുഴപ്പം, അവനിവിടെ ഇരുന്ന് എന്ത് വൃത്തിയോടെ കാണിക്കണമെന്ന് അറിയില്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇവനാകെ ചമ്മാണ് കേട്ടോ സംഭവം. അപ്പോൾ നിധിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവനൊരു ചമ്മിയായി തിരിച്ചിരിക്കുക. അപ്പോൾ പറയും, ഡ്രൈവർ അല്ല മിസ്റ്റർ ഭാസ്കരൻ, ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്, നിങ്ങളുടെ കണക്ക് കൂട്ടൽ പ്രകാരം ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് മാടായിപ്പാറയ്ക്ക് എന്ന് ചോദിക്കുക. മിസ്റ്റർ ഡ്രൈവർ, 1 മണിക്കൂറിൽ 70 കിലോമീറ്റർ വെച്ചിട്ട് ശ്രദ്ധിച്ച് റോഡിൽ നോക്കി ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ 1.25 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടെ എത്തും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴും അവിടെയും ചമ്മി. അപ്പോൾ പറയും, ഇനിയിപ്പോൾ അവിടെ പോയാൽ ഇവിടെ ഹോട്ടലുകൾ എന്തെങ്കിലും എടുക്കേണ്ടി വരില്ലേ താമസിക്കാൻ എന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോൺ ഫോൺ നമ്പർ കൊടുക്കുകയാണ് സുഭാഷിന്. സുഭാഷ് ഇതിലൊന്ന് വിളിച്ചിട്ട് ഇതിൽ മണി എന്ന് പറഞ്ഞ ആളുടെ നമ്പറാണ്, അതിൽ വിളിച്ചാൽ നമുക്ക് താമസിക്കാനുള്ള വീടൊക്കെ അവിടെ റെഡിയാണെന്ന് പറയും. അങ്ങനെ ആ നമ്പറിൽ വിളിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോവുകയാണ്. അവിടെ എത്തി മാടായിപ്പാറ എത്തുന്നുണ്ട്. മാടായിപ്പാറ എത്തുന്ന സമയത്ത് അയാളെ വിളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എല്ലാവരും ഇറങ്ങിയിട്ട് സ്ത്രീകൾ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണേ, മറ്റവരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയിട്ട് ഇവിടെ പോയിട്ട് അന്വേഷിക്കും. ഇവർക്കൊരു ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ ഭാസ്കരനെ ഇറങ്ങിയിട്ട് എടാ ആ നമ്പർ തന്നിട്ടില്ല, അതിലൊന്ന് വിളിച്ച് നോക്കുക എന്ന് പറയും. അപ്പോൾ ഇതിൽ വിളിക്കുകയാണ്. അപ്പോൾ ഇയാൾ ഈ വെള്ളം അവിടെ നിന്ന് ഇവിടെ ഒരു കടയിൽ നിർത്തിയിട്ട് വെള്ളം എന്തോ വാങ്ങി കുടിക്കുക, സർബത്ത് എന്തോ വാങ്ങി കൊടുക്കുകയാണ്. അപ്പോൾ പറയും, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയും. സുധീഷ് വിളിച്ചിട്ട്, ഞങ്ങൾ ഇന്നലെ വിളിച്ച് റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്ന ആളല്ലേ ഭാസ്കരൻ എന്ന് പറഞ്ഞ ആളാണ്. അതെ ഞാൻ തപ്പാണ്ട് എത്താം, നിങ്ങൾ അവിടെ തന്നെ നിന്ന് ഒരു സിഗ്നൽ പറഞ്ഞു കൊടുക്കും, ഇന്നർത്താണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരി നിങ്ങൾ അവിടെ തന്നെ ഞാൻ ഇപ്പം അങ്ങോട്ട് വരാമെന്ന് പറയും. അപ്പോഴേക്കും ഭാസ്കരൻ അങ്ങോട്ടും പോവുക. അപ്പോൾ പുള്ളി പോകുമ്പോൾ പറയാം, അച്ഛാ എങ്ങോട്ടായി പോകണ, ഒരു പരിചയമില്ലാത്ത നാട് ഏട്ടാ, ഇത് എൻ്റെ നാടാണ്, എനിക്കിവിടെ എല്ലാം പരിചയം, കണ്ണ് കെട്ടി വിട്ടാലും എനിക്കിവിടെ അറിയാം എന്ന് പറയും. അപ്പോൾ ഒരാൾ നിൽക്കുന്നതാണ്, അയാളെ വിളിക്കുക, ബാലേട്ടാന്നോ എന്തോ വിളിച്ചിട്ട് അയാളടുത്ത് നിന്നുണ്ട്. അയാളെ വിളിച്ച് അയാളെ തോൾക്കൂടെ കൈയിട്ടിട്ട്, എത്ര കാലമായി കണ്ടിട്ട്, ഇതൊക്കെ എൻ്റെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ പരിചയം കൊടുത്തിട്ട് ഇവരൊക്കെ ആകെ അന്തം വിട്ട് നിൽക്കണേ. പുള്ളിയുടെ നാടാണത്. പക്ഷേ പുള്ളിക്ക് അറിയാം, ഇവർക്കല്ലേ അറിയാത്തതുള്ളൂ. അങ്ങനെ അവിടുന്ന് അയാളെ കൂടെ പോവുകയാണ് ഓരോരുത്തർ. എനിക്കറിയാം, നിങ്ങൾ പേടിക്കണം, നിങ്ങൾ പൊക്കോ, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരൻ ഈ മനുഷ്യൻ്റെ തോൾക്കൂടെ കയറിയിട്ട് അങ്ങോട്ട് പോകും. അപ്പോഴേക്കും ഈ മണി പറഞ്ഞ ആൾ സ്കൂട്ടറും കൊണ്ട് വരികയാണ്. സ്കൂട്ടറും കൊണ്ട് വന്നിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഭാസ്കരൻ അപ്പോൾ അതെ ഞങ്ങൾ അച്ഛനപ്പം അങ്ങോട്ട് പോയി, എവിടേക്ക് പരിചയമില്ലാത്ത നാടല്ലേ, എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാം, അച്ഛൻ വന്നോളും, അത് നിങ്ങൾ ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു വീട് കാണിച്ചു തരും. ഇവിടെ അങ്ങനെ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒക്കെ ഈ ഹോം സ്റ്റേ പോലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീടാണ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ വന്ന് കാണിച്ചു തരാമെന്ന് പറയണം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ സ്കൂട്ടറിൽ മുന്നിൽ പോവാം, നിങ്ങൾ എൻ്റെ പിറകെ വന്നാൽ മതി പറയും. അങ്ങനെ ഇവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ വണ്ടിയുടെ കയറുന്നുണ്ട്. 4 ആളും കയറുകയാണ്. അങ്ങനെ അവിടെ പോവുക. വണ്ടി കയറുമ്പോൾ ഒരു വലിയൊരു വീടിൻ്റെ മുന്നിൽ പോയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണോ നിങ്ങൾ പറഞ്ഞ ഹോം സ്റ്റേക്കും? അതെ ഇതിലിപ്പോൾ 2-3 ഇതിലിപ്പോൾ എല്ലാവർക്കും കൂടെ താമസിക്കാൻ പറ്റുമോ ചോദിക്കാം. അപ്പോൾ പിന്നെന്താ, സുഖമായിട്ട് 2-3 ഫാമിലിക്ക് ഇതിൽ താമസിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹരീഷ് പോരുമ്പോൾ ഇവള് പറയുന്നുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന സമയം കിട്ടുമ്പോൾ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടണത്. നീതു കേട്ടോ, അത് പാലിക്കണമല്ലോ. അങ്ങനെ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ എത്തുന്ന സമയത്ത് പറയും, നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നല്ലേ? അപ്പോൾ പറയും, ഇത്രയും ആളുകൾ വന്ന് തൊഴുന്നൊരു ക്ഷേത്രമാണോ ചോദിക്കും. പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ, ഈ തറവാട്ടമ്പലത്തിൻ്റെ തറവാട്ടിൽ. പക്ഷെ പലരും പല വഴിക്ക് പിരിഞ്ഞു പോയതാണ്. ഇപ്പോൾ അങ്ങനെ ചിലരൊക്കെ വരും, ചിലർ ഇവിടെ നിന്ന് പ്രാർത്ഥനയും പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും. നിങ്ങളിപ്പോൾ എവിടെ നിന്ന് വന്നെന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് നിന്നല്ല. തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ ഒരു ടീം ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതെ വയ്ക്കും, അവർ ഉള്ളിലുണ്ട്, അവരും പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യൂ, നിങ്ങളിവിടെ നിന്നുള്ളൂ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഇവരെ അവിടെ ആക്കിയിട്ട് ഈ മണി പറഞ്ഞ ആൾ തിരിച്ചു പോവുക. ഇവർ ശരി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ സുനന്ദ ഇറങ്ങി വരുന്നത് ഉള്ളിൽ നിന്ന്. സുനന്ദ വരുമ്പോൾ സുഭാഷ് ചേട്ടാ എന്ന് വിളിക്കുകയാണ് അവൾ. അപ്പോൾ ഇപ്പം ഇങ്ങനെ അന്തം വിടും, ഇവിടെ ആരടാ അപ്പം എന്നെ സുഭാഷ് ചേട്ടാ എന്ന് വിളിക്കുക എന്നിട്ട് നിധിനെ നോക്കുന്നുണ്ട്. അപ്പോൾ നിധി തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്, നിധിയല്ല. അപ്പോൾ കാണാൻ സുനന്ദ ഇറങ്ങി വരുന്നു. അപ്പോൾ അയാൾ പോണതിൻ്റെ മുന്നേ പറഞ്ഞത് ഇവരാണ് ഇന്നലെ ഇവിടെ എത്തിയത് എന്ന് പറയുന്നത്. അപ്പോൾ അറിയാം സുനന്ദേ എന്ന് പറയും, നിങ്ങൾ പരിചയക്കാരാണോ എന്ന് ചോദിക്കാൻ.
അപ്പോൾ സുനന്ദ പറയും പരിചയക്കാരല്ല, ഞങ്ങൾ ബന്ധുക്കാരാണ്, എൻ്റെ അമ്മാവൻ്റെ മക്കളാണ് ഇവർ പറയും. ആഹാ അതെയോ, എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, നിങ്ങളൊക്കെ സംസാരിച്ചൊക്കെ ഇതാക്കിക്കോളൂ, എന്നാൽ ഞാൻ പോകും, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഞങ്ങൾക്ക് വിളിച്ചാൽ തീർന്നിട്ട് അവർ പോകുന്നുണ്ട്. അപ്പോൾ ഒരു നിങ്ങളെപ്പോഴാണ് വന്നിരിക്കുമ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നു, അശ്വിനുണ്ട്, ഞാനും അശ്വിനും കൂടെ അമ്മയും കൂടെ വന്നത്. പിന്നെ ഇവിടെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ ഒന്ന് പൂജ ചെയ്യാമെന്ന് അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് എന്ന് പറയാൻ കേട്ടോ. പറയോ അത് ശരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സുനന്ദയുടെ അമ്മ ലളിത അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ലളിത വന്നിട്ട് അറിയുമ്പോൾ ഇവിടെ വന്നോ ഞങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കിത് എന്തിൻ്റെ സൂക്കട, നിങ്ങളെന്തിനാ ഞങ്ങളെ പിന്നാലെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്ന് ചോദിക്കുകയാണ് ലളിത. അപ്പോൾ പറയും ഞങ്ങളതിന് നിങ്ങളെ ശല്യപ്പെടുത്താൻ വന്നതൊന്നും അല്ലല്ലോ, ഞങ്ങൾ ഇവിടെ തൊഴാൻ വേണ്ടി വന്നതാണ് അറിയുക, നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് തൊഴാൻ വന്നത്, നാട്ടിലൊന്നും അമ്പലമില്ല കേട്ടോ, തറവാട്ടമ്പലത്തിൽ തന്നെ എന്തിനാണ് നിങ്ങൾ വന്നു വയ്ക്കും. അപ്പോൾ എടുത്ത വഴിക്ക് സുധീഷ് അറിയും, ഇത് അമ്മാവന് ശ്രീധനായിട്ട് കിട്ടിയതൊന്നുമല്ലല്ലോ അല്ലേ ഈ അമ്പലം, നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും ഇതിൽ തൊഴാനുള്ള അവകാശമുണ്ട്, ഞങ്ങൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നറിയും. അപ്പോൾ സുഭാഷ് പറയും വേണ്ട മിണ്ടാണ്ടിരിക്കുക, എന്തോ പിന്നെ മിണ്ടാണ്ടിരിക്കാൻ, നീ ഞങ്ങളെ പിന്നാലെ നടന്നിട്ട് ഞങ്ങളെ ശല്യപ്പെടുത്താൻ വന്നതാണ്. അശ്വിനുണ്ട് ഇവിടെ, അവന് അറിഞ്ഞ് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നറിയാമെന്നറിയും. അപ്പോൾ അടുത്ത വഴിക്ക് ഹരീഷും അറിയും, നിങ്ങളിപ്പോൾ ഇവിടെ സുനന്ദേൻ്റെ ജീവിതം കളയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഈ പോക്ക് ഞങ്ങൾ നേരെ അശ്വിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ അതൊന്നും ചെയ്തില്ല, ഞങ്ങളിവിടെ വന്നു ഞങ്ങളെ കാര്യം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും, ഞങ്ങളൊന്നും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ നിങ്ങൾ ഈ പറയുമ്പോൾ വലിയച്ഛൻ തന്നെയാണ് ഞങ്ങൾക്ക് ഈ അമ്പലത്തിലെ വഴിയും അഡ്രസ്സൊക്കെ തന്നത് എന്ന് പറയുമ്പോൾ ആര് ഗംഗാധരൻ ഏട്ടൻ നോക്കും, അതെ വലിയച്ഛൻ തന്നെയാണ് തന്നത്, അല്ലെങ്കിൽ വലിയച്ഛനോട് വിളിച്ച് ചോദിച്ചു നോക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് അശ്വിനകത്തുന്നുണ്ട് വരും. അശ്വിൻ പറയും ആരൊക്കെ ഈ വന്നെന്ന് പറയുമ്പോൾ അശ്വിൻ ഇവളെ വിളിക്കുകയാണ് സുനന്ദ. അപ്പോൾ സുനന്ദ പറയും ഇങ്ങോട്ട് വാ, പുറത്തേക്ക് വാ, ഞാൻ ഇവിടെ പുറത്തുണ്ട് പറയുമ്പോൾ അശ്വിൻ അങ്ങോട്ട് ഇറങ്ങി വരിക. സുഭാഷ് ചേട്ടനോ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വിളിക്കുക. അയാൾക്ക് ഭയങ്കര സന്തോഷം വരെ കണ്ടപ്പോൾ. ഞാൻ പറയും പൂജയ്ക്ക് വേണ്ടി വന്നതാണ് ഞങ്ങളെന്ന് പറയണം. വാ എന്നിട്ട് എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ, ഭാഗത്തേക്ക് ഇരിക്കാമെന്ന് പറയുക അവൻ. അപ്പോൾ പറയുന്നില്ല ലഗേജുകളൊക്കെ എടുക്കണം, എന്നാൽ വാ ഞാനും കൂടെ കൂടാന്ന് പറയും. അങ്ങനെ പെണ്ണുങ്ങളെല്ലാവരും മൂന്നാളും കൂടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. മറ്റേ എന്താ പറയുക, ഇവർ ആണുങ്ങളെല്ലാവരും കൂടെ ലഗേജുകളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം ലളിത പോയിട്ട് വേഗം ഫോൺ ചെയ്യുക, ഗംഗാധരനെ വിളിക്കുക. അപ്പോൾ വേട്ടൻ എന്ത് പണിയായിട്ടാണ് ചെയ്തത്, അപ്പോൾ എന്താടി എന്ന് ചോദിക്കുക. അവരൊക്കെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയും. ആരൊരാ സുഭാഷും അനിയന്മാരും ഒക്കെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ പറയും എന്തിനാ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുമ്പോൾ അറിയില്ല, അവരും പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നതാണ്, അവരിവിടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ പറയും അത് ശരി, അപ്പോൾ ഏട്ടനാണോ അവർക്ക് നമ്പറും അഡ്രസ്സൊക്കെ കൊടുത്ത് വയ്ക്കുമ്പോൾ അതെ അറിയാം, എന്ത് പണിയായിട്ടാണ് കാണിച്ചത്, അവരിത്ര പെട്ടെന്ന് അങ്ങോട്ട് കയറി വരുന്നൊന്നും ഞാൻ അറിഞ്ഞില്ല, ഞാനാണെങ്കിൽ മാട്ടായിലെ അമ്പലത്തിൽ ഭഗവതി സ്വപ്നവും കണ്ടു, എന്തിനാ നിങ്ങൾ തമ്മിൽ വഴക്കാണെങ്കിൽ എന്തിനാ എൻ്റെ അടുത്ത് വരുന്നത് മുടക്കുന്നത് വെച്ചിട്ട് സ്വപ്നം കണ്ടു, ഞാൻ ഞെട്ടി ഉണർന്ന് പേടിച്ച് പോയിടി, അതുകൊണ്ടാണ് ഞാൻ ആ ഫോണും അഡ്രസ്സൊക്കെ കൊടുത്തത്, ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ, എനിക്കൊരു സ്വൈര്യമില്ല, അശ്വിനുണ്ട് ഇവിടെ, അവർ തമ്മിൽ പണ്ട് ഇഷ്ടത്തിലാണ്, സുഭാഷും സുനന്ദ ഇഷ്ടത്തിലാണ്, അവളുടെ അവളുടെ ജീവിതം എന്താവും, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ടെൻഷനാവും, നീയൊന്നും മിണ്ടാണ്ടിരിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അപ്പോൾ ഏട്ടനത് പറഞ്ഞാൽ മതി, ടെൻഷൻ മുഴുവൻ ഞാനല്ലേ അനുഭവിക്കുന്നതെന്നൊക്കെ പറയാണ്. അങ്ങനെ ഇനിയൊന്നും പറയണ്ട, ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവളുടെ ഭാവി ജീവിതം ഇതാക്കണം എന്ന് വിചാരിച്ചോ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ അതാകെ പ്രശ്നത്തിലാവുകയാണ് ലക്ഷണമാണല്ലോ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനില്ലല്ലോ, ഇതാകെ വെപ്രാളം പിടിച്ച് ഇരിക്കുക. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് പറയണമെങ്കിൽ ഏട്ടനൊന്ന് മനസ്സിലാക്കണം, ഞാൻ ഇവിടെ എത്രത്തോളം ടെൻഷൻ അടിക്കേണ്ടതെന്ന് ഏട്ടൻ മനസ്സിലാക്കണം എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും സംഭവിക്കട്ടെ, അപ്പം ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഏട്ടനെ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്താണ് അനിയത്തി നിന്നിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ സുഭാഷും ഈ നമ്മുടെ ചാന്ദിനിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട് അവർ 4 ആണുങ്ങളും ആ പെണ്ണും സുധീഷിൻ്റെ ഭാര്യയുണ്ട്, പിന്നെ ഏതോ ഒരു ഹിന്ദിക്കാരി ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കാരണം അങ്ങനെ ഒരു ഹിന്ദിക്കാരിയുടെ കാര്യം ഇനിയിപ്പോൾ ഇവളെ അന്വേഷിച്ച് വരുന്നവർ ഇങ്ങോട്ട് വരുമോ ഒന്നും അറിയില്ല. അങ്ങനെ കാണിക്കുന്നത് നമ്മൾ സുഭാഷും ചാന്ദിനിയും കൂടി ഇരുന്നിട്ട് അതിനെ ഉമർത്തിയിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതും, ഹരീഷ് മറ്റേ നീതുവിനോട് സംസാരിക്കുന്നതും, നികേഷ് അവൻ്റെ പെണ്ണിനോട് ചാറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ആ ഒരു സീൻ കാണിക്കുന്നത്. പിറ്റേ ദിവസം എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാനൊക്കെ റെഡി ആവുന്നുണ്ട്.
അപ്പോൾ ഇവൻ മുണ്ട് ഷർട്ടൊക്കെ എടുത്ത് നല്ല സുന്ദരക്കുട്ടപ്പനായിട്ടാണ് വന്നിരിക്കുന്നത് സുധീഷ്. അപ്പോൾ പറയും ഇതെന്താ ഏട്ടൻ ഈ ഒരു സ്റ്റൈലിൽ വെക്കുമ്പോൾ നീ കണ്ടോ നിധി സാരി എടുത്തിട്ടാവും വരിക കണ്ടോ എന്ന് പറയുമ്പോഴേക്കാണ് അവൾ സാരി കൊടുത്ത് നല്ല മിടുക്കി കുട്ടിയായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥ അപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യണ്ടേ കാണാൻ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.